നമസ്കാരം. ദേശിങ്ങനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോകമെങ്ങുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചു. കണിക്കൊന്നയും കണി വെള്ളരിയുമൊക്കെ ഒരുക്കി പുലർച്ചെ കണി കണ്ടായിരുന്നു മലയാളിയുടെ വിഷു ആഘോഷത്തിന് തുടക്കമായത്. കൊല്ലം ശാസ്താംകോട്ടയിൽ പാളത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരുന്ന ട്രോളി കേരള എക്സ്പ്രസ് ഇടിച്ചു തെറിപ്പിച്ചു. ജീവനക്കാർ ട്രോളിയിൽ നിന്ന് ഇറങ്ങിയോടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ജനവാസ കേന്ദ്രത്തിൽ മൊബൈൽ ടവർ നിർമ്മിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. ചവറ ഒടുക്കത്തുമുക്കിൽ ജിയോ നെറ്റ്വർക്ക് നിർമ്മിക്കുന്ന ടവറിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. കൊല്ലം പൂരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിസ്മയ കാഴ്ച തീർക്കുന്ന പൂരം ശനിയാഴ്ച കൊല്ലം ആശ്രാമം മൈതാനിയിലാണ് നടക്കുക. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ലോകമെങ്ങുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചു. കണിക്കൊന്നയും കണി വെള്ളരിയുമൊക്കെ ഒരുക്കി പുലർച്ചെ കണി കണ്ടായിരുന്നു മലയാളിയുടെ വിഷു ആഘോഷത്തിന് തുടക്കമായത്. തുടർന്ന് വിഷു കൈനീട്ടവും നൽകി. വിഷുവിനോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ വിഷു കണിക്കുള്ള ഒരുക്കങ്ങളും നടത്തിയിരുന്നു. ശബരിമലയിലും ഗുരുവായൂരിലും ഉൾപ്പെടെ വിഷു ദർശനത്തിന് നൂറുകണക്കിന് ഭക്തരാണ് എത്തിയത്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല നാളെയുടെയും ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചു. കണിക്കൊന്നയും കണിവെള്ളരിയുമൊക്കെ ഒരുക്കി പുലർച്ചെ കണി കണ്ടായിരുന്നു മലയാളിയുടെ വിഷു ആഘോഷത്തിന് തുടക്കമായത്. തുടർന്ന് വിഷു കൈനീട്ടവും നൽകി. വിഷുവിനോടനുബന്ധിച്ച ക്ഷേത്രങ്ങളിൽ വിഷുക്കണിക്കുള്ള പ്രത്യേക ഒരുക്കങ്ങളും നടത്തിയിരുന്നു. ശബരിമലയിലും ഗുരുവായൂരിലും ഉൾപ്പെടെ വിഷുക്കണി ദർശനത്തിന് നൂറുകണക്കിന് ഭക്തരാണ് എത്തിച്ചേർന്നത്. ന്യൂസ് ഡെസ്ക് ദേശിങ്ങനാട്. കൊല്ലം ശാസ്താംകോട്ടയിൽ പാളത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരുന്ന ട്രോളി കേരള എക്സ്പ്രസ് ഇടിച്ചു തെറിപ്പിച്ചു. ജീവനക്കാർ ട്രോളിയിൽ നിന്ന് ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപകടത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ടുള്ള ട്രെയിൻ ഗതാഗതം താറുമാറായി. ഉച്ചയ്ക്ക് 1:30 മണിയോടെയായിരുന്നു സംഭവം. പാളത്തിലെ വിള്ളൽ പരിശോധനയ്ക്കായി ട്രോളിയിൽ ഒരു സംഘം ജീവനക്കാർ ശാസ്താംകോട്ടയ്ക്കും മൺട്രോത്തുരുത്തിനുമിടയിലുള്ള കോതപുരത്തേക്ക് പോയി. പരിശോധന നടത്തുന്നതിനിടയിലാണ് തിരുവനന്തപുരത്തു നിന്നും കേരള എക്സ്പ്രസ് അതിവേഗം ഇവിടേക്ക് എത്തിയത്. ട്രോളിയെ കണ്ടതിനെ തുടർന്ന് ട്രെയിൻ വേഗത കുറച്ചെങ്കിലും നിയന്ത്രിക്കാനായില്ല. ട്രോളിയിലുണ്ടായിരുന്ന ജീവനക്കാർ വശങ്ങളിലേക്ക് എടുത്തു ചാടി. ട്രോളിയെ ട്രെയിൻ ഇടിച്ചു തെറിപ്പിച്ചു. ട്രോളിയുടെ വശത്തുണ്ടായിരുന്ന കമ്പി കുത്തിക്കയറി കേരള എക്സ്പ്രസിന്റെ എഞ്ചിൻ നിശ്ചലമായി. കൊല്ലത്ത് നിന്ന് പുതിയ എഞ്ചിൻ എത്തിച്ച ട്രെയിൻ ഘടിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും 3.5 മണിക്കൂർ വൈകിയിരുന്നു. സിഗ്നലിൽ നിന്നും ട്രോളിയിൽ വന്ന ജീവനക്കാർക്ക് സന്ദേശം കൈമാറാത്തതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം തങ്ങളെ അറിയിക്കാതെയാണ് ട്രോളി എടുത്ത ചിലർ പാളം പരിശോധനയ്ക്ക് പോയതെന്ന് ഒരു വിഭാഗം ജീവനക്കാർ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വീടിനും ബേക്കറിക്കുമെതിരെ സാമൂഹ്യ വിരുദ്ധർ ആക്രമണം നടത്തിയതായി പരാതി. നീണ്ടകര കണ്ണാട്ടുകുടി സ്വദേശി സജീവന്റെ വീടിനും സ്ഥാപനത്തിനും നേരെയാണ് ആക്രമണം നടത്തിയത്. നീണ്ടകര കണ്ണാട്ടുകുടി ടാഗോർ ജംഗ്ഷന് സമീപം സുപ്രഭാതത്തിൽ സജീവിന്റെ വീടിനും ബേക്കറി സ്ഥാപനത്തിനും നേരെയുമാണ് കഴിഞ്ഞ ദിവസം അക്രമം നടന്നത്. ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് ബൈക്കുകളിലെത്തിയ 10 അംഗ അക്രമികൾ വാളും കത്തികളുമായി എത്തി അക്രമം നടത്തുകയായിരുന്നുവെന്ന് ചവറ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. പാറക്കല്ലുകൾ ഉപയോഗിച്ച് വീടിന് ചുറ്റുമുള്ള ജനൽ ഗ്ലാസുകൾ തകർത്തിട്ടുണ്ട്. കസേരകൾ, അലമാര, കാറ്ററിംഗ് സർവീസിന് ഉപയോഗിക്കുന്ന സാമഗ്രികൾ, വലിയ സ്റ്റൗവ്, ടേബിൾ, മേശ തുടങ്ങിയവ അക്രമികൾ തകർക്കുകയും ബേക്കറി സാധനങ്ങൾ വാരിവലിച്ചെറിഞ്ഞ നിലയിലുമാണ്.
വീടിന്റെ ഗേറ്റ് തകർത്ത് റോഡിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി. സംഭവ സമയത്ത് സജീവും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഉത്സവപ്പറമ്പിൽ വെച്ച് മകനുമായി ഉണ്ടായ വാക്കേറ്റമാണ് വീട് കയറിയുള്ള അക്രമത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സമീപത്തെ അശോകന്റെ കടയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടാകുകയും 5 പെട്ടി സോഡാക്കുപ്പി റോഡിൽ പൊട്ടിച്ചിടുകയും ചെയ്തു. ഇത് കാരണം ഗതാഗത തടസ്സവും ഉണ്ടായി. സംഭവവുമായി ബന്ധപ്പെട്ട് നീണ്ടകര ചീലാന്തി ജംഗ്ഷൻ സ്വദേശി വിജയ് ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ ചവറ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, നീണ്ടകര. കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവാഭരണ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരപ്രദക്ഷിണം നടത്തി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു. കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നിന്നുമാണ് വിഗ്രഹ ഘോഷയാത്ര ആരംഭിച്ചത്. ഘോഷയാത്രയിൽ കുട്ടികളുടെയും വനിതകളുടെയും താലപ്പൊലി, തൃശൂർ പുലികളി, ബൊമ്മയാട്ടം, പഞ്ചാബി നൃത്തം, തമ്പോല, കരകാട്ടം, കൊട്ടക്കാവടി, നിലക്കാവടി, പമ്പമേളം, തെയ്യം, നിശ്ചല ദൃശ്യങ്ങൾ, വനിതകളുടെ ചെണ്ടമേളം, പഞ്ചവാദ്യം, വേലകളി എന്നിവ അണിനിരന്നു. തിരുവാഭരണ ഘോഷയാത്ര കടന്നുപോയ വഴികളിലെല്ലാം ഭക്തർ നിലവിളക്ക് കത്തിച്ചുവെച്ച ഭക്തി നിർഭരമായ സ്വീകരണം നൽകി. നൂറുകണക്കിന് ഭക്തർ തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കാളികളായി. തൃക്കടവൂർ ശിവരാജുവാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് തിടമ്പേറ്റത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജനവാസ കേന്ദ്രത്തിൽ മൊബൈൽ ടവർ നിർമ്മിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. ചവറ ഒടുക്കത്തുമുക്കിൽ ജിയോ നെറ്റ്വർക്ക് നിർമ്മിക്കുന്ന ടവറിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ജനവാസ മേഖലയിൽ സ്വകാര്യ മൊബൈൽ കമ്പനി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെയുള്ള പ്രതിഷേധം നാട്ടുകാർ ശക്തമാക്കി. കുട്ടുകാട് ഒടുക്കത്തുമുക്കിന് പടിഞ്ഞാറ് വശത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ജിയോ കമ്പനി ടവർ നിർമ്മിക്കാൻ ആരംഭിക്കുന്നത്. ഇവിടെ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ്. 10 മീറ്റർ ചുറ്റളവിൽ ക്ഷേത്രവും അങ്കണവാടിയും സ്കൂളുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം മറച്ചുവെച്ചാണ് പഞ്ചായത്തിൽ നിന്നും ടവർ നിർമ്മാണത്തിന് മൊബൈൽ കമ്പനി അനുമതി നേടിയത്. നാട്ടുകാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാപിച്ച കൊടികൾ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ചും മൊബൈൽ ടവർ നിർമ്മാണം നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടുമാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തിയത്. നമ്മൾ വളരെ ലളിതമായി ഈ വിഷയത്തിൽ ആർക്കും എതിരെ തിരിയാതെ വളരെ ലളിതമായി നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമാധാനപരമായി പ്രതിഷേധിച്ചുകൊണ്ട് ഈ ടവർ നിർമ്മാണം അവസാനിപ്പിക്കാം എന്നൊരു ധാരണയിലാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്. നമ്മുടെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മൾ ഈ ടവർ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടി അവിടെ കുത്തുകയും, സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി അവിടെ കുത്തുമ്പോൾ അതൊരു പ്രതിഷേധ സൂചകമായി ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ഥാപിച്ചാൽ എത്ര വലിയ കമ്പനി ആയാലും ശരി, എത്ര വലിയ മാനേജ്മെന്റ് ആയാലും ശരി, ആ കൊടി ഒന്ന് ഊരാൻ അറയ്ക്കുന്നത് പതിവാണ്. ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന മൊബൈൽ ടവർ നിർമ്മാണം യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഒടുക്കത്ത് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മൊബൈൽ നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് സമീപം അവസാനിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ആർ അരുൺരാജ്, സക്കീർ ഹുസൈൻ, ചക്കനാൾ സനൽകുമാർ, മന്മഥൻ, സിറാജ് കുട്ടുകാട്, ബാബുജി പട്ടത്താനം, മനോഹരൻ, കെ ഫസലുദ്ദീൻ, ശരചന്ദ്രൻ, വെറ്റുമുക്ക് സോമൻ, എം സുശീല, രാജൻപിള്ള, ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇത് സ്ഥാപിക്കുവാനുള്ളവർ എടുത്ത ഈ വ്യഗ്രത കാരണം ഇത്രത്തോളം ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന് ഇത്തരത്തിൽ സ്ഥാപിക്കുക എന്നത് ഈ നാടിനോടുള്ള ഒരു വെല്ലുവിളിയാണ്. ടവർ നിർമ്മാണത്തിൽ നിന്നും കമ്പനി പിന്മാറിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം പൂരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിസ്മയ കാഴ്ച തീർക്കുന്ന പൂരം ശനിയാഴ്ച കൊല്ലം ആശ്രാമം മൈതാനിയിലാണ് നടക്കുക. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള കൊല്ലം പൂരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉത്സവത്തിന്റെ ഭാഗമായി ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര നടന്നു.
കുട്ടികളുടെയും വനിതകളുടെയും താലപ്പൊലി, തൃശൂർ പുലിക്കളി, ബൊമ്മയാട്ടം, പഞ്ചാബി നൃത്തം, വനിതകളുടെ ചെണ്ടമേളം, പഞ്ചവാദ്യം, വേലകളി എന്നിവ ഘോഷയാത്രയിൽ അണിനിരന്നു. ശനിയാഴ്ച വൈകിട്ടാണ് ക്ഷേത്രമുറ്റത്തും തുടർന്ന് ആശ്രാമം മൈതാനത്തും കുടമാറ്റം നടക്കുക. താമരക്കുളം മഹാഗണപതിയും പുതിയകാവ് ഭഗവതിയും മുഖാമുഖം നിന്നുമാണ് കുടമാറ്റം നടത്തുന്നത്. ഇരുഭാഗത്തുമായി 30 ആനകൾ അണിനിരക്കും. 5 ആനകൾ കാഴ്ചയ്ക്കായി നിൽക്കും. 20 സെറ്റ് കുടവീതമാണ് ഇരുവശത്തും ഉയർത്തുക. അലങ്കാര വൈവിധ്യം നിറഞ്ഞ 600 കുട പൂരത്തിന് സജ്ജമാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ മുതൽ ചെറുപൂരങ്ങളുടെ എഴുന്നള്ളത്ത് തുടങ്ങും. കോയിക്കൽ ശ്രീകണ്ഠൻ ക്ഷേത്രം, ഉളിയക്കോവിൽ ദുർഗാദേവി ക്ഷേത്രം, കണ്ണമത്ത് ഭദ്രാദേവി ക്ഷേത്രം, ശ്രീനാരായണപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, കടപ്പാക്കട ധർമ്മശാസ്ത്ര ക്ഷേത്രം, ആശ്രാമം മാരിയമ്മൻ ക്ഷേത്രം, പടിഞ്ഞാറെ പുതുപ്പള്ളി മാടസ്വാമി ക്ഷേത്രം, ആശ്രാമം കേളേത്തുകാവ് നാഗരാജ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുമാണ് ചെറുപൂരങ്ങൾ വരിക. ചെറുപൂരങ്ങൾ വന്നതിന് ശേഷം ആനനീരാട്ടും ആനയൂട്ടും നടക്കും. തൃക്കടവൂർ ശിവരാജുവാണ് പൂരത്തിനും തിരുവാഭരണ ഘോഷയാത്രയ്ക്കും തിടമ്പേറ്റുന്നത്. കുടമാറ്റത്തിന് മുന്നോടിയായി 2017 രജത ജൂബിലി ആഘോഷം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ കുടമാറ്റത്തിന് ദീപം തെളിയിക്കും. രജത ജൂബിലി ലോഗോ പ്രകാശനം സുരേഷ് ഗോപി MP നിർവഹിക്കും. വിഷു ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ വിഷുക്കണി എന്ന പേരിൽ പച്ചക്കറി വിൽപ്പനശാല ആരംഭിച്ചു. N. വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റർ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ വിഷുക്കണി എന്ന പേരിൽ പച്ചക്കറി വിപണി ഒരുക്കിയിരിക്കുന്നത്. ചവറ ബ്ലോക്ക് തല A ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്റർ വിപണന കേന്ദ്രത്തിലാണ് വിഷരഹിത നാടൻ പഴങ്ങളും പച്ചക്കറികളും വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലസ്റ്റർ അംഗങ്ങളായ കർഷകർ ഉൽപ്പാദിപ്പിച്ച വിഭവങ്ങളാണ് ഇവിടെ വിറ്റഴിക്കുന്നത്. ഹോർട്ടികോർപ്പിന്റെയും കർഷക കൂട്ടായ്മയുടെയും ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹകരണത്തോടുകൂടി ആരംഭിച്ച വിഷുക്കണി 2017 ഉദ്ഘാടനം N. വിജയൻപിള്ള MLA നിർവഹിച്ചു. ശുദ്ധമായ പച്ചക്കറികളും പഴങ്ങളും, വിഷമില്ലാത്ത പച്ചക്കറികളും പഴങ്ങളും ഈ ദിവസങ്ങളിലെ വിഷുവിനും ഈസ്റ്ററിനും നമ്മുടെ ഇതുപോലുള്ള ക്ലസ്റ്റർ വഴി സംസ്ഥാനത്തൊട്ടാകെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനങ്ങൾ പല ഭാഗത്തും നടന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും ശുദ്ധമായ പച്ചക്കറി വില കുറച്ച്, പഴങ്ങളും വില കുറച്ച് കിട്ടുന്ന ക്ലസ്റ്ററിലാണ് ഈ സ്ഥാപനം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി പിള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എല്ലാ വർഷവും മേടം 1 നമ്മൾ പുതുവത്സര പിറവിയും വിഷുവും ആയിട്ട് ആഘോഷിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഹരിത മിഷൻ്റെ ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട്, നവകേരള മിഷൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA നിയാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിജയകുമാരി, ബിന്ദു കൃഷ്ണകുമാർ, ബിന്ദു സണ്ണി, അരുൺരാജ്, സുധാകുമാരി, മുതാസ് എന്നിവർ പങ്കെടുത്തു. വിഷു ഈസ്റ്റർ ചന്തയുടെ പ്രവർത്തനം 2 ദിവസമാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചവറ. ജന്മന വൈകല്യമുള്ള 10 മാസം പ്രായമുള്ള കുഞ്ഞിന് ശസ്ത്രക്രിയ നടത്തുന്നതിലേക്ക് സുമനസ്സുകൾ നൽകിയ ധനസഹായം 3 ലക്ഷം രൂപ കുട്ടിയുടെ പിതാവിന് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ കൈമാറി. അഞ്ചൽ ഏറം മനുഭവനിൽ മിഥുൻ മാളു ദമ്പതികളുടെ 10 മാസം പ്രായമുള്ള മിത്ര മോൾക്കാണ് ജന്മന അംഗവൈകല്യമുള്ളത്. ജന്മന തന്നെ കുഞ്ഞിന്റെ തലയിലെ അസ്ഥികൾ യോജിച്ചു പോയതിനാൽ സാധാരണ നിലയിലുള്ള എല്ലുകളുടെ വികാസം സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഡോക്ടർമാർ അടിയന്തര ശസ്ത്രക്രിയ നിർദ്ദേശിച്ചത്. നിർധന കുടുംബത്തിന് വൻ തുക കണ്ടെത്താൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ഏറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വർഷം ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകർ മാധ്യമങ്ങളിലൂടെ ഇത് സംബന്ധിച്ച വാർത്ത നൽകിയത്. ഇതേ തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നും സുമനസ്സുകൾ ബാങ്കിലേക്ക് അയച്ചു കൊടുത്ത സാമ്പത്തിക സഹായത്തിന്റെ ആദ്യ ഗഡുവായ 3 ലക്ഷം രൂപയാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ മിത്രയുടെ പിതാവ് മിഥുന് കൈമാറിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ലഭിച്ച 1.5 ലക്ഷം രൂപയുടെ വിതരണവും അഞ്ചൽ സബ് ഇൻസ്പെക്ടർ ബെന്നിലാൽ നിർവഹിച്ചു. തനിക്ക് ഈ മാസം ലഭിക്കുന്ന അലവൻസ് മിത്രമോളുടെ ചികിത്സയ്ക്കായി നൽകുമെന്ന് കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ പറഞ്ഞു. നമ്മളോടൊപ്പം ദീർഘകാലം ആശ്വാസം നൽകാനും സാന്നിധ്യം വരളാനും ഇത്രയ്ക്ക് കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കുട്ടിയുടെയോ രക്ഷകർത്താക്കളുടെയോ കുറ്റം കൊണ്ടല്ലാതെ വന്നു ഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും കണ്ടറിഞ്ഞ് ആശ്വാസം അരളാനും സഹായിക്കാനും മനസ്സ് കാട്ടുന്ന അവർ തന്നെയാണ് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിത്വം. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. കുണ്ടറയിൽ ദേശീയ പാതയോരത്തു നിന്നും
പെരുമ്പുഴയിലേക്ക് മാറ്റി സ്ഥാപിച്ച ബിവറേജസിന്റെ മദ്യവിൽപ്പനശാല പൂട്ടാൻ ഹൈക്കോടതി ഉത്തരവായി. പ്രദേശവാസികൾ നൽകിയ പരാതിയെ തുടർന്നാണ് ഉത്തരവ്. ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനശാല ജനവാസ കേന്ദ്രമായ പെരുമ്പുഴ ഡാൽമിയ ജംഗ്ഷനടുത്ത് FCI ഗോഡൌണിന് സമീപത്തേക്ക് മാറ്റി സ്ഥാപിച്ച നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി പ്രവർത്തകർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വിൽപ്പനശാല തൽക്കാലം അടച്ചുപൂട്ടാൻ കോടതി ഉത്തരവായി. ഇളമ്പള്ളൂർ പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസ് ഇല്ലാതെയാണ് കഴിഞ്ഞ 30-ന് മദ്യശാല പെരുമ്പുഴയിലേക്ക് മാറ്റിയത്. അന്നു മുതൽ നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച സമരസമിതി രാപ്പകൽ സമരം നടത്തി വരികയാണ്. മദ്യശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഒരാഴ്ച മുൻപ് സ്ത്രീകളടക്കമുള്ളവർ സമീപത്തെ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. തുടർന്ന് ജില്ലാ കളക്ടർ ഇടപെട്ട് 2 ദിവസം മദ്യശാലയുടെ പ്രവർത്തനം നിർത്തിവെച്ചെങ്കിലും പിന്നീട് തുറന്നു പ്രവർത്തിക്കുകയായിരുന്നു. അതേ തുടർന്ന് സമരസമിതി പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചു. പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാല അടയ്ക്കാനും പഞ്ചായത്തിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് തുറന്ന് പ്രവർത്തിക്കാനുമാണ് കോടതി വിധിയിൽ പറയുന്നത്. വിധിയെ തുടർന്ന് മദ്യവിൽപ്പനശാല ഇന്നലെ പോലീസ് എത്തി അടപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. കുണ്ടറയിലും പരിസരത്തുമുള്ള ദേവാലയങ്ങളിൽ പ്രത്യേക ആരാധനയും പ്രദക്ഷിണവും നടന്നു. വാർത്തകൾ അവസാനിക്കുന്നതിന് മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകമെങ്ങുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചു. കണിക്കൊന്നയും കണി വെള്ളരിയും ഒക്കെ ഒരുക്കി പുലർച്ചെ കണി കണ്ടായിരുന്നു മലയാളിയുടെ വിഷു ആഘോഷത്തിന് തുടക്കമായത്. കൊല്ലം ശാസ്താംകോട്ടയിൽ പാളത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരുന്ന ട്രോളി കേരള എക്സ്പ്രസ് ഇടിച്ചു തെറിപ്പിച്ചു. ജീവനക്കാർ ട്രോളിയിൽ നിന്ന് ഇറങ്ങിയോടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ജനവാസ കേന്ദ്രത്തിൽ മൊബൈൽ ടവർ നിർമ്മിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. ചവറ ഒടുക്കത്തുമുക്കിൽ ജിയോ നെറ്റ്വർക്ക് നിർമ്മിക്കുന്ന ടവറിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. കൊല്ലം പൂരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിസ്മയ കാഴ്ച തീർക്കുന്ന പൂരം ശനിയാഴ്ച കൊല്ലം ആശ്രാമം മൈതാനിയിലാണ് നടക്കുക. ദേശികനാട് വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.